സുഭദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞണ്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിവിടെ കറി വെക്കുന്ന രീതിയൊന്ന് നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഞണ്ട് എന്ന് പറയുന്നത്. മക്കൾക്കായാലും വലിയവർക്കായാലും ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമാണല്ലോ. അപ്പം ഞണ്ടൊന്നും ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അധികം. ഇതുപോലെ തന്നെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചെമ്മീനും കടുക്കയും കേട്ടോ. ഇന്ന് അമ്മയാണ് കേട്ടോ ഞണ്ട് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ അമ്മ നാടൻ സ്റ്റൈലാണ് കറി വെക്കാറ്. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതും കഴിയുന്നത് ഞങ്ങൾ ചട്ടിയിൽ വെക്കാൻ നോക്കും കേട്ടോ. അപ്പം ടേസ്റ്റ് ഒന്നും കൂടെ കൂടും ചട്ടിയിൽ ആവുന്ന സമയത്ത്. ഞണ്ട് കഴിക്കാൻ ഭയങ്കര പാടാണ്, പക്ഷെ എന്നാലും അതിനുള്ളിലെ ഞണ്ടിൻ്റെ ഇറച്ചി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലേ. പിന്നെ അതിലേക്ക് ഓരോരോ പൊടികൾ ഇടുക കേട്ടോ. ആദ്യം ഞങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം മുളക് പൊടി ഇട്ടു. മുളക് പൊടി 2-2.5 സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി 2 സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതിലേക്ക് പച്ചമുളക്, തക്കാളി അതൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേറെ ഒരു മസാലകളോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെ കഴിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നേരെ അടുപ്പത്തേക്ക് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. മസാല എല്ലായിടത്തും ഒന്നാവാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ചട്ടിയിലും കൂടി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കിട്ടും. പിന്നെ വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കില്ല കേട്ടോ. അപ്പോൾ ഞണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെക്കാൻ പോവാണ്. ഞണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴെപ്പോഴും കിട്ടാത്തൊരു സംഭവമാണല്ലേ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തൊന്നും നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പം ഇങ്ങനെ ഞണ്ടിൻ്റെ സീസണൊക്കെ ആവുന്ന സമയത്ത് എല്ലാവരും വാങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കറി വെച്ച് നോക്കാം കേട്ടോ. നാടൻ സ്റ്റൈലിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെക്കണ കറിക്ക്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക എന്തായാലും. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.